നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഭഗവാനെ കാത്തോണേ. കുടിച്ചു. മോൾ എന്തിനാ ഇതൊക്കെ ചെയ്ത് കഷ്ടപ്പെടുന്നത്? ഇതിലെന്താ ആന്റി കഷ്ടപ്പാട്? ഇതെന്റെ കടമയല്ലേ. എന്നാലും മോളുടെ കുടുംബത്തൊരു കല്യാണം നടക്കുമ്പോ മോൾ ഇവിടെ വന്നിരിക്കാന്ന് പറഞ്ഞാ അതെങ്ങനെയാ ശരിയാവുക? ഇതും എന്റെ കുടുംബത്തിന്റെ കാര്യം തന്നെയല്ലേ. പിന്നെ സഞ്ജുവിന്റെ കല്യാണത്തിന് വേണ്ടി ഗിരി കഷ്ടപ്പെടുന്നില്ലേ? അപ്പൊ അവന്റെ അമ്മയ്ക്ക് വേണ്ടി എനിക്കും സമയം മാറ്റിവെക്കാം. ആ ഡോക്ടർ എന്താ പറഞ്ഞു? കാര്യമായ പരിക്കുകളൊന്നുമില്ല. എന്നാലും ഡോക്ടർ വെറുതെ ഒബ്സർവേഷനിലിരിക്കാൻ പറഞ്ഞിരിക്കുവാ. ഇതൊക്കെ കാശ് പിടിക്കാനുള്ള ഇവന്മാരുടെ ഓരോരോ നമ്പറുകളാ. വെറുതെ കിടത്തിയിട്ട് ഒരു 100 ടെസ്റ്റുകൾ എടുപ്പിക്കും. എനിക്കൊരു കുഴപ്പമില്ല, നമുക്ക് പോവാം. അരുത് ആന്റി, ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവും. അതെന്താണെന്നെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. പ്ലീസ് റെസ്റ്റ് എടുക്കൂ. എന്നാലും ഞാൻ കാരണം ശാലിനിക്ക് സഞ്ജുമോന്റെ കല്യാണം കൂടാൻ കഴിഞ്ഞില്ലല്ലോ. എന്തായാലും ശാലിനി വന്നത് നന്നായി. ഇല്ലെങ്കിൽ ഞാൻ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നേനെ. ഇവിടെ എല്ലാത്തിനും സഹായിക്കാൻ ഓടിയെത്താന്ന് പറഞ്ഞ് ആ ഡ്രൈവറിനെ കാണാനേ കിട്ടിയില്ല. വണ്ടി കൊണ്ടുപോയി ഇടിപ്പിച്ചതും പോരാഞ്ഞിട്ട് ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറാവോ? നീ വിഷമിക്കണ്ട, അവന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കിക്കോളാം. നീ ഗിരിയെ വിളിച്ചോ? വിളിക്കണമെങ്കിൽ ഫോൺ വേണ്ടേ? അതാ ആക്സിഡന്റിൽ എവിടെയോ വീണുപോയി. ഇന്നത്തെ കാലത്ത് ആരുടെയെങ്കിലും നമ്പർ നമ്മൾ ഓർത്തു വെക്കോ? ഇനി എന്തായാലും ഗിരിയെ വിളിക്കാൻ നിൽക്കണ്ട. അവൻ അവിടെ കല്യാണത്തിന്റെ തിരക്കിലായിരിക്കുമല്ലോ. ഇത് കേട്ട് കഴിഞ്ഞാ വെറുതെ ടെൻഷൻ അടിക്കും. ഇവിടെ ഇപ്പൊ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനുണ്ടല്ലോ. നമുക്ക് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാ നേരെ അമ്പലത്തിലേക്ക് പോ. അത് പോരെ ആന്റി? മതി മോളെ. ഈ മരുന്നൊന്ന് വാങ്ങിച്ചിട്ട് വരണം. ഞാൻ വാങ്ങിട്ട് വരാം. ശാലിനി, ശരിക്കും നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നീ എന്തായി പറയുന്നേ? ആന്റിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായാ ഞാൻ വരാതിരിക്കോ? ഇത്രയും നാടകം കളിക്കേണ്ട കാര്യമൊന്നുമില്ല. ശാലിനിക്ക് ഞങ്ങളോട് അത്രയ്ക്ക് സ്നേഹമൊന്നും ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛൻ പറഞ്ഞു തന്ന ഐഡിയ. ആന്റിയെ നന്നായി ശുശ്രൂഷിച്ച ഗിരിക്ക് എന്നോട് സ്നേഹം തോന്നുമെന്ന്. അവനോട് കൂടുതൽ അടുക്കാനുള്ള ഒരവസരവും ഞാൻ വെറുതെ കളയില്ല. കൊള്ളാം. ഗോപാൽജി നിങ്ങളുടെ പ്രണയത്തിന് ഇത്രയും സപ്പോർട്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനൊരു അച്ഛനെ കിട്ടിയത് എന്റെ ഭാഗ്യ. എന്നാലും ഈ കാര്യത്തിന് വേണ്ടി സഞ്ജയുടെ കല്യാണം നടക്കുന്നിടത്തുനിന്ന് ശാലിനി അദ്ദേഹം മാറ്റി നിർത്തുവോ? കല്യാണത്തിന് വരുന്നവരെ അനിയത്തി എവിടെയാന്ന് അന്വേഷിക്കില്ലേ? അച്ഛൻ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കില്ല. എന്റെ സന്തോഷം അച്ഛന് വലുത്. നീ ആന്റിയുടെ അടുത്ത് ചെന്ന് നിൽക്കേ, ഞാൻ മരുന്ന് വാങ്ങിച്ചിട്ട് വരാം. ഒന്ന് തന്നെ ഗോപാൽജി, നീ നമ്മുടെ കാറുകാരുടെ കാര്യം അല്ല ഗോപാൽജി, സഞ്ജു. സഞ്ജു അല്ല, സഞ്ജുവിനെ പോലെ ഒരാള്. സഞ്ജുവിനെ ഞാൻ മുറി പൂട്ടിയിട്ടിരിക്കല്ലേ. നീ അവന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നീ വാ, ഒരുപാട് കാര്യങ്ങളുണ്ട്. വാ വാ ഇങ്ങോട്ട്. കോടതിയിൽ വന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നിങ്ങൾ അങ്ങോട്ട് ഇരിക്കും പോലെ. ആയിക്കോട്ടെ.
അപ്പൊ എനിക്ക് തോന്നിയ സംശയം വെറുതെ അല്ല. സഞ്ജുമോനെ രക്ഷപ്പെടാൻ നോക്കിയായിരുന്നോ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇനിയും ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന്. ഒടിഞ്ഞ കൈകൊണ്ട് താലി കെട്ടാനായിരിക്കും നിന്റെ യോഗം. എന്നെ തടയരുത്, എനിക്ക് പോയേ പറ്റൂ. നിന്നെ ഞാൻ എന്തായാലും ഇവിടുന്ന് കൊണ്ടുപോകും. അതെങ്ങനെ വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. നീ എന്നെ തല്ലിക്കൊന്നാലും ശരി, ഞാൻ മഞ്ജുവിനെ കല്യാണം കഴിക്കില്ല. നീ എന്തിനാ സഞ്ജു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ പറഞ്ഞിട്ടല്ലേ മഞ്ജു ആയിട്ടുള്ള കല്യാണം ഉറപ്പിച്ചത്? അതിനു വേണ്ടി ഗോപാൽജി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിനക്കറിയാലോ. നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്ത ഗോപാൽജിയെ അവസാന നിമിഷം നാണം കെടുത്താനാണോ നിന്റെ പരിപാടി? എന്റെ ഡാഡിയുടെ അഭിമാനത്തെക്കുറിച്ച് നീ കൂടുതൽ ചിന്തിക്കണ്ട. ശരി, നീ ഈ കല്യാണം വേണ്ടെന്ന് വെക്കാൻ എന്താ കാരണം? നീയാണ് കാരണം. ഇവനെന്ത് ചെയ്തു? ഇവനെ മഞ്ജുവിനെ ചേർത്ത് നാട്ടുകാർ പറയുന്ന കഥകള് നീയും കേട്ടിട്ടുള്ളതല്ലേ? അതിലൊന്ന് സത്യമില്ലെന്ന് കരുതിയിട്ടാ ഞാൻ മഞ്ജുവിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിക്കാനായിട്ട് ഇവൻ ഓരോന്ന് ചെയ്തു കൂട്ടും. ആ കവലയിൽ അടി കാരണം എല്ലാവരും ഇവര് തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞത് ആരാണെന്ന് നീ പറ. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ എത്ര പേരുടെ കാര്യം നോക്കും? ഒന്നോ രണ്ടോ പേരല്ല, നാട്ടുകാർ മുഴുവൻ ഇങ്ങനെ തന്നെ പറയുന്നത്. നിന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നീ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഞാനും മഞ്ജു തമ്മിലുള്ള കല്യാണം നടന്നാ നീ കഴിച്ചതിന്റെ എച്ചാണ് ഞാൻ കഴിക്കുന്നതെന്ന് നാട്ടുകാർ പറയും. എന്താടാ പറഞ്ഞേ? സത്യം പറഞ്ഞപ്പോ ദേഷ്യം വന്നോ? എടാ, മഞ്ജുവിനെ തമ്മിൽ ഒന്നുമില്ല എന്നുള്ളത് നിനക്കറിയാവുന്നല്ലേ? എനിക്കൊന്നും അറിയില്ല. ഡാഡിക്ക് അവനെ ഭയങ്കര വിശ്വാസമായിരിക്കും, പക്ഷേ എനിക്കങ്ങനെയല്ല. മഞ്ജുവിനോട് ഇവനൊന്നുമില്ലായിരുന്നെങ്കിൽ ഇവൻ ആ കുടിയന്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവൻ ഈ കല്യാണം മുടക്കാൻ വേണ്ടി തന്നെ അങ്ങനെ ചെയ്തത്. അല്ല സഞ്ജു, ഞാൻ ഗോപാൽജിക്ക് വേണ്ടി. ഡാഡിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് മാത്രം നീ പറയരുത്. ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനത്തെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ മഞ്ജുവായിട്ട് നീ അകലം പാലിച്ചാനെ. എടാ, നീ ആ മഞ്ജുവിനെ കുറിച്ചൊന്നും ചിന്തിക്ക്. ഇവിടെ വെച്ച് അവളുടെ കല്യാണം മുടങ്ങിയ നാട്ടുകാരുടെ മുമ്പിൽ അവൾ നാണം കെടും. പിന്നെ അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവില്ലടാ. എന്നെ കല്യാണം കഴിച്ചാലും അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവില്ല. എനിക്കെന്നും അവളെ സംശയത്തോടെ മാത്രമേ കാണാൻ കഴിയൂ. എന്റെയും മഞ്ജുവിന്റെയും ബന്ധത്തിനിടയിൽ ഇവനൊന്നും ഉണ്ടാവും. ശരി, മഞ്ജുവിന്റെ കാര്യം വിട്. നീ നിന്റെ അച്ഛനെ കുറിച്ച് ആലോചിച്ചോ? ഈ കല്യാണം മുടങ്ങിയ ഗോപാൽജി കൊടുത്ത വാക്ക് തെറ്റും. അത് നിന്റെ അച്ഛൻ എത്ര വലിയ അപമാനാവെന്ന് ചിന്തിച്ചോ? ഡാഡിക്ക് ഏറ്റവും വലിയ അപമാനമാകാൻ പോകുന്നത് ഈ കല്യാണം നടന്നാലാണ്. കല്യാണം മുടങ്ങിയ അതിനെക്കുറിച്ച് നാട്ടുകാര് കൂടിപ്പോയോ 1-2 ആഴ്ച സംസാരിക്കും. മഞ്ജുവിനെ ഞാൻ കല്യാണം കഴിച്ച ജീവിതകാലം മുഴുവൻ ഗോപാൽജിയുടെ മരുമകൾ ഇവൻ കൊണ്ടു നടന്ന പെണ്ണാണെന്ന് പറയും. നീ കാരണം ഡാഡി ആളുകളുടെ മുന്നിൽ നാണം കണ്ടതിൽ നിനക്ക് കുഴപ്പമില്ലേ? ഈ കല്യാണം നടന്നാൽ 2 ജീവിതങ്ങൾ തകരും, എന്റെയും മഞ്ജുവിന്റെയും. പിന്നെ മാനം പോയാൽ ഡാഡിയുടെ അവസ്ഥ എന്താന്ന് നിനക്ക് ഊഹിക്കാലോ. ഇതിന്റെ ഒക്കെ കാരണക്കാരൻ നീയാകും. ഇനി എന്താ വേണ്ടെന്ന് നീ തീരുമാനിക്കും.